ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമുക്ക് പോയാലോ? ബയോ. പക്ഷേ അതിന് മുമ്പ് ആരൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാത്തവർ പെട്ടെന്ന് ചെയ്യണം. നമുക്ക് പോയി സ്റ്റാർട്ട് ചെയ്യാം. ബയോ. അപ്പോൾ ഞാൻ പോയി വേഗം കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് റെഡി ആയാലോ? ബയോ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ക്യാമറ എവിടെയെങ്കിലും ഒന്ന് വെക്കട്ടെ ഗൈസ്. എനിക്ക് ഒരു സ്പേസ് ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വെക്കണം. അല്ലെങ്കിൽ ഞാൻ കൈ തന്നെ പിടിക്കേണ്ടി വരും. ഇങ്ങനെ വെച്ചാൽ ഡേഞ്ചറാണ്, വീഴും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ കൈ തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മോയ്സ്ചറൈസറാണ്. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ ഇടാൻ പോകുന്നത്. പോൺസിൻ്റെ മോയ്സ്ചറൈസർ നല്ല മോയ്സ്ചറൈസറാണ്. ഞാൻ എപ്പോഴും ഇടാറുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് 100% ഗ്യാരൻറ്റി തരാം കേട്ടോ. അപ്പോൾ നമുക്കത് വേഗം ഇട്ടാലോ. അപ്പോൾ വായോ, നല്ല മോയ്സ്ചറൈസറാണ്. മറ്റെന്താ പറയുക, വൈറ്റ് കാസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കി ആണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ അതൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അടുത്തത് ഇടാൻ പോകുന്നത് നല്ല പോൺസിന് തന്നെ നമ്മുടെ BB+ ക്രീമാണ് ഗൈസ്. അത് നല്ല അടിപൊളി ക്രീമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ക്രീം. അത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. SPF++++. SPF PA++ ആണ് കേട്ടോ. സോറി, അതിൽ വരെ 99 29 അത്രേ ഉള്ളൂ. നല്ല അടിപൊളി സാധനം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യേണ്ട സാധനം തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തത വന്നിട്ടുണ്ട്. താന്ന് പറയുന്നുണ്ട്. കൈ കളിക്കലുണ്ട് ഗൈസ്. അതാണ് ഗൈസ് താത്താന്ന് പറയുന്നുണ്ട്. വേറെ കൈ മാറ്റിക്ക് ക്യാമറയിൽ കാണിക്കുന്നതൊക്കെ ആളൂ എന്നൊക്കെ പറഞ്ഞു കിട്ടുക. അപ്പോഴാണ് കൈ മാറ്റിയത്. പിന്നെ ഞാൻ ഇച്ചിരി എടുത്തു. ഇച്ചിരിയായിട്ട് ഞാൻ എല്ലാം യൂസ് ചെയ്യാറുള്ളൂ. അതല്ല പിന്നെ ഞാൻ നല്ല മുഖത്ത് വാരി പൂശിയിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇവിടെ കള്ളാടി ഉണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അത് നോക്കി ചെയ്യണത് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാണാൻ പറ്റുന്നില്ലെങ്കിൽ ക്യാമറ പഠിച്ചതിൻ്റെ കൊറ്റായിരിക്കും. ശരി ഗൈസ്, ഓക്കെ ഗൈസ്, എനിക്ക് തെറ്റുപറ്റി, സോറി ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് 2 കൈ കൂടി ബ്ലെൻഡ് ചെയ്യണം ഗൈസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലെൻഡ് ആവില്ല നല്ലോണം. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 കൈ കൊണ്ട് ബ്ലെൻഡ് ആക്കിയിട്ട് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ക്യാമറ കസേര വെച്ചിട്ട് ഞാൻ 2 കൈ കൊണ്ട് ബ്ലെൻഡ് ആക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ലോ വേ ഗൈസ്, കസേരയിൽ ഇരിക്കുന്നില്ല. പിന്നെ ഞാൻ കൈ പിടിച്ചാൽ തന്നെ എങ്ങനെയൊക്കെയോ ബ്ലെൻഡാക്കിയിട്ടോ. പുറകിൽ ഇരിക്കുന്നത് എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. അതൊക്കെ കാണാൻ പറ്റുന്നറിയില്ല, ക്യാമറയിൽ കൂടെ നോക്കിയാൽ കണ്ണാടിയിലൊക്കെ കൂടെ കാണാം. പിന്നെ ഞാൻ നല്ലോണം ബ്ലെൻഡാക്കിയിട്ടുണ്ട്. കണ്ണാടിയിലൊക്കെ ഇപ്പോൾ എന്താ ബ്ലെൻഡൊക്കെ ആയി. പിന്നെ അവിടെ ഒരു കുരുവുണ്ട് ഗൈസ്. ആ കുരുവാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ആ കുരുവൊക്കെ മാറട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് ഇടാൻ പോകുന്നത് നമ്മുടെ അടിപൊളി എൻ്റെ സ്വന്തം പ്രിയ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഡാസ്ലറിൻ്റെ ഐലൈനർ. ഞാൻ പുതിയത് വാങ്ങിച്ചാണ്ട് കയ്യിൽ വാങ്ങിച്ചത് നല്ല അടിപൊളി ഐലൈനറാണ്. പിന്നെ ഞാൻ ഹാളിലേക്ക് വന്നിട്ട് അവിടെ കൈ അയച്ചതിന് ഉമ്മയും താത്തായി വന്ന് റെഡി ആവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹാളിൽ പോയി റെഡി ആവാമെന്ന് വെച്ചാൽ അവിടെ കണ്ണാടിയിൽ ഗൈസ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ എഴുതുന്നത്. അപ്പോൾ ഞാൻ നല്ലോണം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ച് ലാഗ് അടിപ്പിക്കുന്നുണ്ട്. എനിക്ക് 2 ആട്ട് നിർബന്ധം ഗൈസ്. പിന്നെ ഞാൻ പില്ലേ ബുക്ക് ചെയ്താണ് അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ പില്ലേ ബുക്ക് ചെയ്താണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കണ്ടു. അടുത്ത കളിയിൽ ഐലൈനർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ഐലൈനർ കളിക്ക് ചെയ്താൽ പറ്റി. അതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ അങ്ങനെയൊന്നും എഴുതാറില്ലായിരുന്നു ആദ്യമൊക്കെ. പിന്നെ എനിക്ക് ഐലൈനർ ചെയ്താൽ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അതൊക്കെയായി. പിന്നെ ഞാൻ അടുത്തത് ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടെ ഇതില്ലേ ഗൈസ്, ഹിമാലയയുടെ ലിപ് ബാം ഇടാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് അതിട്ടാലോ. ഹിമാലയയുടെ ലിപ് ബാം ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രശ്നമില്ല. കാരണം അതിലെനിക്ക് ഒത്തിരി ഇഷ്ടമാണത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ദിവസങ്ങളും അതാണ് എവിടെ പോയാലും ഞാൻ ഇടാറ് ഗൈസ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അത്. അപ്പോൾ ഞാൻ അതങ്ങനെ നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം എൻ്റെ ചൂട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങനെ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കണ്ണിൽ അടി ചെയ്യാതെ. അതിൽ ഞാൻ എടുക്കുന്നത് ഹിമാലയയുടെ നല്ലതാണ്. അതും എൻ്റെ സാറേ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനങ്ങളാണ് അത് രണ്ടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് എത്ര വിട്ടാലും എനിക്ക് മതിയാവില്ല കേട്ടോ. അതൊത്തിരി ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഞാൻ
രണ്ട് കൈ കൊണ്ട് വെച്ചാൽ ഞാൻ സാധാരണ എഴുതാറ്. ഇപ്പോൾ ഒരു കൈ കൊണ്ട് എഴുതണമെങ്കിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ലായിരുന്നു ഗൈസ്. ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി ഗൈസ്. അങ്ങനെ അടുത്ത കള്ളിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അത് ഇവിടെ എഴുതി ഫിനിഷ് ആക്കി നല്ല അടിപൊളിയായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ താഴെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് സൂപ്പറാണ് ഈ സാധനം ഗൈസ്. എല്ലാവരും വായിച്ച് ട്രൈ ചെയ്തോളൂ ഗൈസ്. പിന്നെ നമ്മൾ അടുത്ത് വരുന്നത് മില ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. അത് എന്താ ഇലക്ട്രോണിക് ഓറഞ്ച് 525 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡ് നമ്പർ 525 ആണ്. അപ്പോൾ അത് നല്ല രസമുണ്ട് ഗൈസ്. അതെല്ലാവരും ഒന്ന് വായിച്ച് നോക്കണം. അത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് റെഡും പിങ്കും മിക്സ് ആയിട്ടുള്ള കളർ. ഞാൻ ഇച്ചിരി ഇടുള്ളൂ ഗൈസ്. ഇച്ചിരി ഇടാനുള്ളൂ. അതുകൊണ്ട് അധികമൊന്നും ഇടുന്നില്ല ഗൈസ്. ഇച്ചിരി ഇടാനുള്ളൂ ഗൈസ്. ഉണ്ട് ഗൈസ്. എല്ലാവർക്കും അഭിനയം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ഇടാൻ, പക്ഷേ ഞാനധികം ഓവറായിട്ടിട്ടില്ല. പിന്നെ ഇതൊരു നല്ല അടിപൊളി എസ്തറ്റിക് കീച്ചയിലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആ എസ്തറ്റിക് കീച്ചയിൽ ഇട്ടാലോ. ബായോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ കിച്ചണിലൊക്കെ ഇട്ട് ഇനി നമ്മുടെ അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഒരു ബാഗി പാൻറ്റും ഒരു ക്രോപ്പ് ടോപ്പും ആണല്ലോ ഞാനിന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഹെയറാണ്. ഹെയർ നമുക്ക് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് കോമ്പ് വെച്ച് ഹെയർ സെറ്റ് ചെയ്യാം. ബായോ ഒരു ടെക്നിക്ക് ഉണ്ട് ഗൈസ്. ഹെയർ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കളിച്ചാൽ 1 2 3 1 2 3 ഇതേക്കുണ്ട് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് അടിയാൻ മുടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ ഫുൾ ലുക്ക് ഇതാണ്. സോറി ഗൈസ്, ഒരു കാര്യം കൂടി മറന്നു വിട്ടിട്ടുണ്ട്. എന്താണ് ആ കാര്യം അറിയില്ല. നമ്മുടെ സ്വന്തം സ്പ്രേ കുട്ടിലാണ്. സ്പ്രേ ഇല്ലാതെ ജീവിതമില്ല ഗൈസ്. അപ്പോൾ ഞാനത് ഒരു സ്വീറ്റി ഡെസ്ലി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിൻ്റെ സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത്. അത് യൂറോപ്പാണ് കേട്ടോ സംഭവം. എൻ്റെ കുട്ടൻ, അതായത് ഇതിലെ വാപ്പിയുടെ പെക്കളുടെ പോലെ വന്നപ്പോൾ കുളിതതാണ്. അടിപൊളി സ്പ്രേ ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക ഡ്രസ്സിങ്ങും ഔട്ട്ഫിറ്റും എല്ലാം ഇത്രേ ഉള്ളൂ ഗൈസ്. ആ മൂടി ഇടാൻ കുറച്ച് പാടാണ്. അത് കുഴപ്പമില്ല. അത് അങ്ങനെ എല്ലാം ഇട്ടുണ്ടായിരുന്നു. അത് ഞാൻ എങ്ങനെയൊക്കെ ഇട്ട് വെച്ചതാണ് ഗൈസ്. ലാസ്റ്റ് ഇങ്ങനെയൊക്കെ ഞാൻ ഇട്ടു കിട്ടോ. അത് ഇട്ടുമില്ല. അവിടെ ഇത്ര ഉള്ളൂ അവിടെ ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇന്ന് ഇവിടെ വൈകിട്ട് സമയമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഡ്രസ്സിങ്ങൊക്കെ ഒന്നും കൂടി കറക്റ്റാണെന്നൊക്കെ നോക്കിയതാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ അവിടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, ലവ് യു ഓൾ.